ഇപ്പൊ കൊറേ കാറായിട്ട് വന്നേക്കണ്. ശരിയാ ഗൈസ്, നമ്മുടെ ഗ്രൗണ്ട് ഫുൾ കാർ ഇവിടെയുണ്ട് ഗൈസ്. ഇവിടെ ഇപ്പൊ ഇവിടെ ഒരു ഓട്ടോയും ആ വലിയ കളർ. ഹൗസ് വാമിങ്ങിൻ്റെ തലേ ദിവസമായിരുന്നു കേട്ടോ നമ്മൾ ഗിഫ്റ്റ് പർച്ചേസ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ പോയത് ലുലു മാളിലായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ചെന്നത് ലുലു കണക്റ്റിലേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ലുലു കണക്റ്റിൽ ചെന്ന് നമുക്ക് വേണ്ട ഐറ്റംസൊക്കെ നമ്മൾ അത്യാവശ്യം നോക്കിയായിരുന്നു. പിന്നെ നമ്മുടെ വീട് പണി നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ വീട് പണി നടക്കണേയും കൊണ്ട് വീട്ടിലേക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളുടെ പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ വീട് പണിയുടെ ഹോം ടൂർ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ പോയി ഒന്ന് താല്പര്യമുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് വേണ്ട ഐറ്റംസ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ നേരെ താഴെ ഹൈപ്പറിലോട്ട് വന്നായിരുന്നു കേട്ടോ. ഹൈപ്പറിൽ നിന്നാണ് നമുക്ക് വേണ്ട ഐറ്റം നമ്മൾ സെലക്ട് ചെയ്തത് കേട്ടോ. നമ്മൾ സെലക്ട് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജഗ്ഗും അതേപോലെ തന്നെ അതിൻ്റെ സെറ്റായിട്ട് പിന്നെ ഗ്ലാസ്സും ആയിരുന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഐറ്റമാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തൊക്കെ നോക്കിയായിരുന്നു, എന്തെങ്കിലും ഡാമേജോ പൊട്ടലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. എന്നിട്ട് പിന്നെ അത് അവിടെ റാപ്പ് ചെയ്യാൻ വേണ്ടി കൊടുത്തു കേട്ടോ. 2 വീലറിലായിരുന്നു നമ്മൾ പോയത്. അതുകൊണ്ട് തന്നെ പിള്ളേരെ നമുക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഗിഫ്റ്റ് കൂടി കൈ പിടിക്കണമായിരുന്നല്ലോ. അതുകൊണ്ട് പിള്ളേരെ വീട്ടിൽ നിർത്തിയിട്ടായിരുന്നു കേട്ടോ ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഗിഫ്റ്റൊക്കെ പർച്ചേസ് ചെയ്ത് നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ഹൗസ് വാമിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ റിലേറ്റീവ്സും ഹൗസ് വാമിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. കുട്ടീസ് എല്ലാവരും ആദ്യമേ റെഡിയായി തന്നെ പോകാൻ വേണ്ടി സെറ്റായിട്ട് നിൽക്കുന്നതുകൊണ്ട് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ അതിനിടയിൽ ഇവർ എന്തൊക്കെയോ ഡാൻസും പ്രാക്ടീസും എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവരും വന്നു. അങ്ങനെ നമ്മളിത് അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തായതുകൊണ്ട് നമുക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാവരും അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് അവിടെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ എത്തി. അപ്പോൾ അവിടെ വെൽക്കം ഡ്രിങ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചു. 2 ടൈപ്പ് ജ്യൂസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് വാട്ടർ മെലനും അതേപോലെ തന്നെ പൈനാപ്പിൾ ജ്യൂസും ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് നമ്മൾ അകത്തോട്ട് കയറി വീട് മൊത്തത്തിൽ കണ്ടു കേട്ടോ. അപ്പോൾ വീട് 2 നില വീടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാം നല്ല ഭംഗി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്ലോറിൽ വരുന്നത് ഒരു ലിവിങ് റൂമും ഡൈനിങ് ഏരിയയും പിന്നെ 2 ബെഡ്റൂംസും പിന്നെ ഒരു കിച്ചണും അതുകൂടാണ്ട് ചെറിയൊരു പ്രെയർ റൂമും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് ഇഷ്ടമായത് പാറ്റിയോ ആയിട്ട് ഒരു ചെറിയൊരു പാറ്റിയോ പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സ്ലൈഡിങ് ഡോറൊക്കെ കൊടുത്തിട്ട്. ഇൻഷാല്ല നമ്മുടെ വീട്ടിലും ഇതേപോലെ ഒരു ചെറിയൊരു രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ടില്ല, എന്നാലും ഏകദേശം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ സെറ്റ് ചെയ്തേക്കുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അപ്സ്റ്റേഴ്സിൽ വരുന്നത് ഒരു ബെഡ്റൂം ഉണ്ടായിരുന്നു. അത് കൂടാണ്ട് സെപ്പറേറ്റ് ഒരു റൂം അവർ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒരു ഹോം തിയേറ്റർ പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ലോക്ക്ഡ് ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫുഡ് കഴിക്കുന്നോടത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായത് കാരണം പിള്ളേർ ആദ്യമേ ഐസ്ക്രീം വാങ്ങിച്ച് കഴിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ ഒപ്പം തന്നെ ഹെസയും ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചു. ഹെസ ഐസ്ക്രീം കഴിച്ചതുകൊണ്ട് പിന്നെ ഫുഡ് ഒട്ടും കഴിച്ചില്ലായിരുന്നു കേട്ടോ. അത്യാവശ്യം തിരക്കൊക്കെ കഴിഞ്ഞ സമയത്തേക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ട് അപ്പോൾ നല്ല അടിപൊളി ബീഫ് ബിരിയാണി ആയിരുന്നു. കൂടെ ചിക്കൻ പൊരിച്ചത് ഉണ്ടായിരുന്നു, സാലഡ്, അച്ചാർ, ഇത്ര ഐറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ഹൗസ് വാമിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോയുടെ എൻഡിൽ ഞാൻ ആ വീടിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.